ഹലോ ഗൈസ്, ടേസ്റ്റ് ട്രാവലിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ രഞ്ജിയുടെ കടയിലാണ്. കണ്ട ബാഗ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ വള്ളിത്തോടിലെ പൊതുവിതരണ കേന്ദ്രം റേഷൻ കടയിലാണുള്ളത്. റേഷൻ കടയിലെ കുറച്ച് അറിയാത്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണെന്ന് വന്നത്. രഞ്ജി, അപ്പോൾ നീ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ നമുക്ക് രഞ്ജിനോട് ചോദിക്കാം, എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് രഞ്ജിയോട് ചോദിക്കാം. അതുപോലെ പ്രത്യേകിച്ച് കോവിഡ് കാലമാണ്, റേഷൻ കടയിൽ ആരും തിരക്ക് കൂട്ടിയേറേണ്ട ആവശ്യമില്ല. പിന്നെ പ്രത്യേകമായിട്ട് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ചിലപ്പം 10-20 ദിവസം ക്വാറന്റൈനിലും കോവിഡ് പിടിച്ച് കിടക്കുന്നവരുണ്ടാവും. അവർക്ക് റേഷൻ കിട്ടുന്നത് ചിലപ്പം ചില ആളുകൾക്ക് അറിയുന്നുണ്ടാവില്ല എങ്ങനെ കിട്ടുകയെന്ന്. അത് അറിയാത്തവർക്ക് മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം കിട്ടാത്തവർക്ക് നമ്മുടെ ആ വാർഡിലെ മെമ്പറുടെ അടുത്ത് നിന്ന് ഒരു ലെറ്റർ വാങ്ങിക്കണം അല്ലേ? ആ ലെറ്റർ വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് ലെറ്ററിൽ എഴുതേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് പറയാം. അത് ലെറ്റർ എന്ന് പറയുന്നത് നമ്മൾ വാർഡ് മെമ്പറുടെ ലെറ്റർ പാഡിലാണ് എഴുതി വരുന്നത്. ഇത്രാം വാർഡിലുള്ള ഒരു വ്യക്തി, ഇന്ന കുടുംബത്തിലുള്ളവർ ക്വാറന്റൈൻ ആണ്, അവർക്ക് ഈ മാസത്തെ റേഷൻ അനുവദിച്ച് തരണമെന്നും പറഞ്ഞ് മെമ്പറുടെ കയ്യിൽ നിന്ന്, അതായത് അത് അവർ നിശ്ചയിച്ചൊരു വാളണ്ടിയർ ഉണ്ടാവാം, ആ വാളണ്ടിയറിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് റേഷൻ കൊടുത്തു വിടാൻ സാധിക്കുന്നതാണ്. പക്ഷേ നിർബന്ധമായിട്ട് ലെറ്റർ നമുക്ക് തന്നിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് നാളെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രൂഫാണ്. കാരണം അല്ലാതെ ഞങ്ങൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ റേഷൻ കടക്കാർക്കെതിരെ അതൊരു നടപടിക്കുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ലെറ്റർ പാഡ് നിർബന്ധമായിട്ട് വേണം. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ലെറ്റർ പാഡ് വാങ്ങിക്കുക. അതേപോലെ റേഷൻ നിങ്ങൾക്ക് കിട്ടും. ക്വാറന്റൈനിൽ ഇരുന്നാലും നിങ്ങൾക്ക് RRT വാളണ്ടിയർമാരും മറ്റുള്ളവരൊക്കെ നിങ്ങളെ പല സ്ഥലങ്ങളിലുണ്ടാവും. അവരെ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾ ഈ ലെറ്റർ പാഡിൽ മുഖാന്തരം നിങ്ങൾക്ക് സാധനങ്ങൾ എത്തിച്ചേരുന്നതാണ്. പിന്നെ പരമാവധി ഈ അസുഖം പിടിച്ച് വരുന്നവർ, ഒരു പ്രത്യേക ഈ ഒരു കോവിഡിൻ്റെ സാഹചര്യത്തിൽ പറയാണ്, അസുഖം പിടിക്കുന്ന ആൾ തീർച്ചയായിട്ടും ഒരു പനി ഉണ്ടെങ്കിൽ പോലും അത് ശ്രദ്ധയോടെ ജനങ്ങൾ, അത് പനിയല്ലേ എന്ന ലെവലിൽ തീർച്ചയായിട്ടും. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ വീഡിയോ കണ്ടവർക്കറിയാം, മരിച്ചു ജീവിച്ച ആളുകളാണ്. അതായത് അത്രയും കോവിഡ് അത്രയും എഫക്റ്റ് ചെയ്ത ആളാണ് ഞാനൊക്കെ. അതുകൊണ്ടാണ് ദയവായിട്ട് നിങ്ങളോട് പറയുന്നത്, എന്തെങ്കിലും അസുഖമോ പനിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ സ്ഥലങ്ങളിൽ വരാതിരിക്കുക. ആശുപത്രിയിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇതേപോലെ ക്വാറന്റൈനിൽ ഇരിക്കണമെങ്കിൽ ഇരിക്കുക. കാരണം നിങ്ങളുടെ സേഫാണ്, നാടിൻ്റെ സേഫാണ്, അതെല്ലാവരും നിങ്ങൾ പാലിക്കുക. ഓക്കെ രഞ്ജി, എൻ്റെ ഒരു പ്രത്യേകം വേറൊരു കാര്യം പറയാനെന്ന് പറഞ്ഞില്ലേ, എന്താണെന്ന് പറഞ്ഞു? ഒന്ന്, നിങ്ങൾക്ക് എല്ലാവരും അവരവരുടെ റേഷൻ കാർഡിൽ അതായത് കാർഡിൽ 5 പേരുണ്ടെങ്കിൽ ഈ 5 പേരുടെയും കാർഡിൻ്റെ ആധാർ ലിങ്ക് ചെയ്യുക മസ്റ്റാണ്. പിന്നെ രണ്ടാമത്തത്, എല്ലാവരും അവരവരുടെ ഒരു ഫോൺ രജിസ്റ്റർ ചെയ്തവരുണ്ട്, രജിസ്റ്റർ ചെയ്യാത്തവരുണ്ട്. തീർച്ചയായിട്ടും ഒരു ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ബയോമെട്രിക് സംവിധാനത്തിലുള്ള റേഷൻ കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ വരുന്നത് OTP സംവിധാനമാണ്. OTP സംവിധാനം എന്ന് പറയുന്നത്, നിങ്ങൾ ആ രജിസ്റ്റർ ചെയ്ത ഫോൺ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും OTP സംവിധാനത്തിലൂടെ നമുക്ക് റേഷൻ കൊണ്ടുപോകാവുന്നതാണ്. പക്ഷേ ആ ഫോൺ നമ്പർ വീട്ടിൽ വെച്ചിട്ട് വന്ന് റേഷൻ OTP നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. 45 സെക്കൻഡ് മാത്രമേ OTPക്ക് സമയപരിധിയുള്ളൂ. അതുകൊണ്ട് ബയോമെട്രിക് കിട്ടുന്നില്ല എന്ന് ഉറപ്പുള്ള ആളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്ത ഫോണും കൊണ്ട് വന്നു കഴിഞ്ഞാൽ OTP സംവിധാനത്തിലൂടെ നമുക്ക് റേഷൻ മേടിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും പല ആൾക്കാരും, ഞാൻ കണ്ടതിൽ വെച്ചൊരു 50% ആൾക്കാർ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്തതായിട്ട് കാണുന്നില്ല. അല്ലെങ്കിൽ പഴയ നമ്പറാണ്, ഞാൻ ഇപ്പോൾ പുതിയ നമ്പറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നമ്പർ മാറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അക്ഷയ വഴി പോയിട്ട് നിങ്ങൾക്ക് നമ്പർ മാറ്റിയെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു മാസം വരുന്ന റേഷൻ്റെ അളവ് വരെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നുണ്ട്, റേഷൻ മെസ്സേജ് വരും. നിങ്ങൾക്ക് ഇന്ന മാസത്തിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതാണ്. ഇനി അഥവാ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്ത് വയ്ക്കുന്നവർക്ക് അവർക്ക് OTP സംവിധാനത്തിലൂടെ റേഷൻ മേടിക്കാവുന്നതാണ്. ഈ 2 കാര്യം നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുക. നിങ്ങളൊരു നമ്പർ, ഫോൺ നമ്പർ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യണം. കാരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ചിലപ്പം വിരലടയാളം ഇവിടെ കുറേ ബുദ്ധിമുട്ട്, ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പം വയസ്സായ ആളുകളുടെയും ചെറിയ പിള്ളേരുടെ ഒക്കെ ഒരു വിഷയം വരും. അപ്പോൾ അത് നിങ്ങൾ മൊബൈൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആ മൊബൈൽ കൊണ്ട് തന്നെ ഇവിടെ വരിക 44 സെക്കൻഡേ ആ ഒരു OTP നിൽക്കുള്ളൂ. ആ OTP മുഖാന്തരം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആധാറുമായിട്ടും മൊബൈൽ നമ്പറും റേഷൻ കാർഡുമായിട്ട് അല്ലെങ്കിൽ റേഷൻ കടയുടെ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുക, മറക്കാതെ ചെയ്യണം. പിന്നെ നമുക്ക് ചില ആളുകൾ വിചാരിക്കും നമ്മൾ ഇതൊരു ബില്ല് പ്രത്യേകം അറിയേണ്ട ഒരു കാര്യമാണ്. അറിയാത്ത കാര്യമാണ്, മിക്ക ആളുകൾക്ക് അറിയില്ല. അപ്പോൾ അത് പറഞ്ഞുതരാം. നമുക്ക് റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബില്ല് കിട്ടും. കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും കണ്ടോ, ഇങ്ങനെ ഒരു ബില്ല് കിട്ടും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലുണ്ടാവും, ഇനി അരി എന്തെങ്കിലും ഉണ്ടോ, ഇനി വേറെ സാധനങ്ങൾ നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ബില്ലിൻ്റെ ഏറ്റവും അടിയിൽ കണ്ടോ നിങ്ങൾക്ക് ഇനം, അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനം
ബാക്കി അളവ്, ഈ രണ്ടും ഏറ്റവും ബില്ലിൻ്റെ അടിയിൽ കൊടുക്കും. ഇപ്പോൾ ഇത് കണ്ടില്ല, നില്ലിനാണ് കൊടുക്കുന്നത്. നില്ലെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പം ഉള്ളവരുടെ കാർഡിൻ്റെ ഇവിടെ ഇനം എന്താണെന്നുള്ളത് ഉണ്ടാവും അല്ലേ, ഇനവും അതിൻ്റെ അളവും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ റേഷൻ കാർഡിലെ ബില്ല് നിങ്ങൾ എടുത്ത് നോക്കുക. അതിൽ നിങ്ങളുടെ ബാക്കി സാധനവും എത്ര അളവ് ഉള്ളതെന്ന് വെച്ചാൽ അതും ഇവിടെ കാണിക്കും. നിങ്ങൾ റേഷൻ കടയിൽ വന്നിട്ട് തന്നെ ചോദിക്കണമെന്നില്ല, നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങളുടെ ബില്ലിൽ തന്നെ കാണാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പം ചില ആളുകൾക്ക് ഇത് പുതിയ അറിവായിരിക്കും. നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഒരു കാര്യം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ വന്ന് റേഷൻ കടയിൽ ഇങ്ങനെ മെഷീൻ വെക്കുന്ന സമയത്ത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെ വെക്കുക. വൃത്തിക്ക് കൈ, റേഷൻ കടയിൽ വരുമ്പോൾ വൃത്തിക്ക് കൈ തുടച്ചിട്ടതാ ഈ ഒരു ലെവലിൽ, അതായത് നമ്മുടെ ഈ ഒരു തള്ളവിരലിൻ്റെ ഈ ഒരു ഭാഗം കൃത്യമായിട്ട് ഈ ലെവലിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക. അങ്ങനെ ആകുമ്പം ഏകദേശം ക്ലിയർ, അതായത് വിരലോ ഏകദേശം ഓക്കെ ആണെങ്കിൽ ക്ലിയർ ആയിരിക്കും. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിനി അറിയാത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ കാർഡിൽ അല്ലെങ്കിൽ ഈ മെഷീനിൽ നമ്മൾ ഒരുപാട് അറിയാത്ത കാര്യങ്ങളുണ്ട്. ഇന്ന് അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. രഞ്ജി, എന്താണ് ഈ, അതായത് നമ്മൾ ഇപ്പോൾ പുറത്തുനിന്ന് ഒരു കാർഡുകാരൻ, അതായത് ഇപ്പം കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് കാർഡ് കൊണ്ട് വാങ്ങിക്കാന്നുള്ള സിസ്റ്റം വന്നിട്ടുണ്ടല്ലോ അല്ലേ. അതായത് നമ്മളെ കേരളത്തിൽ ആർക്കും എവിടെ ഏത് റേഷൻ കടയിൽ ചെന്നിട്ടും സാധനം വാങ്ങിക്കാം. ഇപ്പോൾ പുതിയൊരു നിയമം വരുന്നുണ്ടെന്ന് കേട്ടു, അതായത് ഇന്ത്യയിൽ മൊത്തം വാങ്ങിക്കാം എന്നുള്ളൊരു, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഇന്ത്യയിൽ മൊത്തം റേഷൻ സംവിധാനം വരുന്നത് എന്ന് പറഞ്ഞാൽ അത് പ്രാബല്യത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇങ്ങോട്ടേക്ക് അങ്ങനെ ഒരു കാർഡ് വരുന്നതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ത്യയിൽ എവിടെയും റേഷൻ മേടിക്കാമെന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ പറയുമ്പോൾ അത് ചുമപ്പ്, അതായത് PHH AAY ഈ രണ്ട് കാർഡുകൾക്ക് മാത്രമേ കേരളത്തിന് പുറത്തേക്ക് റേഷൻ കിട്ടുകയുള്ളൂ. അതായത് റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മഞ്ഞ കാർഡിന് ചുവപ്പ് കാർഡിന് മാത്രമേ കേരളത്തിന് പുറത്തേക്ക് റേഷൻ കിട്ടുള്ളൂ. വെള്ളക്കാർഡും നീലക്കാർഡും ബ്രൗൺ കാർഡും ഇത് കേരളത്തിനുള്ളിൽ മാത്രമേ ഇത് റേഷൻ കിട്ടുള്ളൂ. കേരളത്തിന് പുറത്തേക്ക് ഈ കാർഡുകൾക്ക് റേഷൻ കിട്ടില്ല. ബാക്കിയുള്ള ഈ രണ്ട് കാർഡിനും കേരളത്തിന് പുറത്തേക്ക് കിട്ടും. എവിടെന്നെങ്കിലും നമുക്ക് റേഷൻ. അപ്പം ഈ കേരളത്തിന് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഇതേപോലെ ഈ മെഷീൻ തന്നെയാണ് നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നു, രഞ്ജിന്റെ അടുത്ത് പുറത്തുനിന്ന് ഒരാൾ വരുവാണെങ്കിൽ ഈ മെഷീനിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് എങ്ങനെയാണ്? അതായത് കേരളത്തിന് പുറത്തുനിന്ന് വരുന്നതിന് നമുക്ക് സെപ്പറേറ്റ് ഇതുണ്ട്. IMPDS എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തുനിന്ന് വരുന്നവർക്കുള്ള ഒരു ഓപ്ഷൻ വെച്ചേക്കുന്നതാണ്. അതാണ് കേരളത്തിന് പുറത്തേക്ക് വരുന്നതിന്റെ ഒരു ഓപ്ഷൻ വരുന്നത്. അത് സെയിം തന്നെ വേറൊരു ഓപ്ഷനിലോട്ട് പോയിട്ട് അതേ വിവരങ്ങൾ അടിച്ചു കൊടുക്കുക. സംവിധാനമല്ല, ഒന്ന് തന്നെയാണ്. വിരൽ വെക്കുക, ബയോമെട്രിക് യൂസ് ചെയ്ത് തന്നെയാണ് റേഷൻ മേടിക്കുന്നതും കൊടുക്കുന്നതും. പക്ഷെ അതിന്റെ ഒരു ആപ്പ് വേറെയാണെന്ന് മാത്രം. വേറെ ആപ്പാണല്ലേ. അതിപ്പോൾ നിങ്ങളെല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലായി കാണും, ചിലപ്പോൾ മനസ്സിലാകാത്തവരുണ്ടാവും. അതായത് നമ്മുടെ കേരളത്തിൽ ഒരു കാർഡ് എന്ന് പറയുമ്പോൾ അത് മുൻപേ വന്നതാണ്. നമ്മുടെ ഈ കാർഡ് കൊണ്ട് നമുക്ക് കേരളത്തിൽ എവിടെ പോയിട്ടും റേഷൻ വാങ്ങിക്കാം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ അറിയാവുന്ന കാര്യമാണ്. അതുമാത്രമല്ല, അതിപ്പോൾ പുതിയൊരു നിയമം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ കാർഡ് കൊണ്ട്, അതായത് നമ്മുടെ കാർഡിലെ മഞ്ഞക്കാർഡോ ചുവപ്പ് കാർഡോ ആണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ എവിടെയും പോയിട്ട് റേഷൻ വാങ്ങിക്കാം എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഇപ്പം വന്നിട്ടുണ്ടല്ലേ. അപ്പം അതിപ്പോൾ നമ്മൾ പുറത്തുള്ള ഒരു ബംഗാളിയോ അല്ലെങ്കിൽ വേറെ ഒരു സംസ്ഥാനത്തെ ആളാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ മഞ്ഞക്കാർഡോ അല്ലെങ്കിൽ യെല്ലോ കാർഡോ ആണെങ്കിൽ, റെഡ് കാർഡോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് റേഷൻ വാങ്ങിക്കാം. ഇവിടെ നിന്നല്ല, കേരളത്തിൽ എവിടെയും വന്ന് വാങ്ങിക്കാം. അങ്ങനെ ഒരുപാട് നമ്മൾ ഹൈഡായിട്ട് കിടക്കുന്ന ഒരുപാട് വിവരങ്ങൾ റേഷൻ കടയിലുണ്ട്. വിരൽ വെച്ചാൽ നോക്കട്ടെ, നമുക്ക് വിരൽ വെച്ചിട്ട് അതിൻ്റെ വിരലെന്ന് വെച്ചാൽ നല്ല വൃത്തിയുള്ള വിരലാണ്. എൻ്റെ 5 നേരം കുളിക്കുന്നുണ്ട്. മീനിന്റെ ചെളുക്ക് പിടിച്ചാൽ ഇങ്ങനെ പ്രശ്നം വരുന്നില്ല. ഇല്ല, പക്ഷെ മീനകത്തിടുന്ന മരുന്നുണ്ടെങ്കിൽ ഇത് വിജയിച്ചു. നിന്റെ നല്ല വിരലാടാ. ഓക്കെ കേട്ടോ, നീ വിജയിച്ചിട്ട്. അതുപോലെ പിന്നെ റേഷൻ കടയിൽ ഇപ്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കണ്ടേ നിങ്ങൾ? പരമാവധി ഡിസ്റ്റൻസ് കീപ്പിംഗ് ഒന്നും കാണുന്നില്ല. അത് പറഞ്ഞ അനുസരിക്കാത്തതാണ് ഒരു പ്രത്യേകമായിട്ട് കോവിഡിന്റെ ഒരു സിറ്റുവേഷനിൽ. അത് പൊതുവേ നമ്മൾ കാണുന്ന റേഷൻ കടയിൽ മാത്രമാണ് അങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ജനങ്ങൾ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് നമ്മൾ പറയുക മാത്രമേ ഉള്ളൂ, അവരത് അനുസരിക്കുന്ന ഇതായിട്ട് നമ്മൾ കാണുന്നില്ല. അത് നിങ്ങൾ എന്തായാലും അനുസരിക്കണം. കാരണം എന്താ അറിയോ, കാരണം ഇവിടെ ഈ റേഷൻ കടകളിലൊക്കെ നിങ്ങൾക്ക് വന്ന് ഫൈന് കിട്ടിക്കഴിഞ്ഞാൽ 1000, 2000, 3000 ഒക്കെ ഫൈന് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അകലം പാലിച്ച് തന്നെ സാധനങ്ങൾ വാങ്ങിക്കാൻ നോക്കുക. അതുപോലെ വേറെ കുറച്ച് കാര്യങ്ങൾ അറിയാത്തതുണ്ട്. അതാണ് നമ്മൾ മെയിനായിട്ട്, അതാണ് ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ അറിയാത്ത റേഷൻ കടയിൽ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്, അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ വിരൽ വെക്കുന്ന സമയത്ത് വിരൽ ചിലപ്പം പതിയാറില്ല, അല്ലെങ്കിൽ കിട്ടാറില്ല. അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത്? എങ്ങനെയാണ് അത്? സ്വാഭാവികമായിട്ടും നമ്മുടെ കൈരേഖ മായുന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. അത് പലതരം രീതിയിലുണ്ട്. മെയിനായിട്ട് ആശാരിമാര്, പെയിന്റ് അടിക്കുന്നവര്, പിന്നെ സിമെന്റ് പണി എടുക്കുന്നവര്, കൽപ്പണിക്കാര്, പിന്നെ നമ്മളെ വീട്ടുകളിൽ അടുക്കളയിൽ എടുക്കുന്ന നമ്മുടെ ഈ മറ്റേ ഒരു സിൽവറിന്റെ ഒരു സാധനം പാത്രം കഴുകാൻ നമ്മൾ ഉപയോഗിക്കുന്നത്.
അത് നമ്മുടെ കൈരേഖ മായ്ച്ചു കളയും. കൈരേഖ മായിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുത്ത ആദ്യത്തെ ആധാർ കാർഡിന്റെ രേഖയും നമ്മുടെ ഇപ്പോഴത്തെ രേഖയും തമ്മിൽ മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഒരിക്കലും വിരൽ കിട്ടില്ല. രണ്ടാമത്തെ രീതിയിൽ അത് മാറ്റി ചെയ്യണമെങ്കിൽ നമ്മൾ നിലവിൽ അക്ഷയയിൽ പോയി ആധാർ കാർഡും കൊണ്ട് പോയി നമ്മുടെ നിലവിലത്തെ കാർഡ് ഇപ്പോഴത്തെ റേഷൻ കാർഡിന്റെ ഇപ്പൊ നമ്മുടെ കൈരേഖ വെച്ച് വീണ്ടും ചെയ്താൽ മാത്രമേ വീണ്ടും രണ്ടാമത് കിട്ടുകയുള്ളൂ. അപ്പൊ ഈ കൈരേഖ മാഞ്ഞു പോകും, അത് പിന്നെ വരില്ല. കൈരേഖ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പണിയെടുക്കുന്നത് ഈ സിമെന്റ് പണിക്ക് എന്നെല്ലാം പറഞ്ഞാൽ സിമെന്റ് തട്ടുമ്പോൾ കൈരേഖ മായും, തൊലി പൊളിയുന്നവരുണ്ട്, പിന്നെ തഴമ്പ് വരുന്നവരുണ്ട്. അപ്പോൾ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിലവിലൊരു പുതിയ ആധാർ കാർഡ് എടുക്കുമ്പോൾ നമ്മൾ 10 വിരലാണ് കൈക്ക് വെക്കുന്നത്. ഈ 10 വിരൽ നമ്മൾ കൈക്ക് വെച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഒരു പണിക്ക് പോയി കഴിയുമ്പോൾ ഈ കൈയിന്റെ ഒന്നെങ്കിൽ തഴമ്പ് അല്ലെങ്കിൽ ഈ രേഖ ഇത് മാഞ്ഞുകൊണ്ടേയിരിക്കും. മാഞ്ഞ് പുതിയതായിരിക്കും പിന്നെ ഉണ്ടാവും. പിന്നെ അത് നമ്മൾ അതുകൊണ്ട് ചെയ്താൽ കിട്ടും. പക്ഷെ വീണ്ടും എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ അതേ പണിക്ക് പിന്നെയും പോകുമ്പോൾ വീണ്ടും ഇതേ സിറ്റുവേഷൻ തന്നെ നമ്മൾ ഫേസ് ചെയ്യണം. ശരിക്കും പറഞ്ഞാല് ഇവിടെ എത്ര തരം കാർഡുകളാണ് റേഷൻ കടയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്? റേഷൻ കടയിൽ നിലവിൽ 5 തരം കാർഡുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന്? ഒന്ന് മഞ്ഞ, ഒന്ന് ചുവപ്പ് നിറമാണ്, ഒന്ന് നീല, ഒന്ന് വെള്ള. ഇപ്പൊ സർക്കാർ ഇറക്കിയേക്കുന്ന ഒരു ബ്രൗൺ കാർഡ് ഉണ്ട്. ബ്രൗൺ കാർഡ് അങ്ങനെ 5 തരം കാർഡുകളാണ്. അപ്പൊ ഈ അതായത് ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് AY കാർഡ് എന്ന് പറയും, മഞ്ഞ കാർഡ്. അതിന്റെ മുകളിലേക്ക് ചുവപ്പ് കാർഡ്, പ്രയോറിറ്റി PHH എന്ന് പറയും. അതിന്റെ മുകളിലോട്ട് അതിന്റെ മുകളിൽ നീല NPS എന്ന് പറയും. അതിന്റെ മുകളിലോട്ട് അതിന്റെ മുകളിൽ വെള്ള NPNS എന്ന് പറയും. ഇപ്പൊ ഈ ബ്രൗൺ എന്ന് പറയുന്ന കാർഡ് ഈ എന്താ പറയാ നമ്മുടെ ഈ പള്ളിയിലെ അച്ഛന്മാർക്ക്, അതേപോലെ തന്നെ ഈ സെമിനാരിയിലുള്ള ഇവർക്ക്, പിന്നെ സിസ്റ്റർമാർക്ക്, അവർക്ക് വേണ്ടി അലോട്ട് ചെയ്തേക്കുന്ന പുതിയ ഇനം കാർഡാണ് ബ്രൗൺ കാർഡ് എന്ന് പറയുന്നത്. ബ്രൗൺ കാർഡ്. ഓക്കെ. അപ്പോൾ ഇതേപോലെ ഇപ്പം പുതിയൊരു കാർഡ് നിലവിൽ വന്ന ഈ കാർഡ് ബ്രൗൺ കാർഡ് വന്നിട്ടുണ്ട്. അങ്ങനെ 5 തരം കാർഡുകളാണ് ഉള്ളത്. നമ്മൾ 5 തരം കാർഡിൽ നമ്മൾ വരുന്നു, സാധനങ്ങൾ വാങ്ങിച്ചു പോകുന്നു, അല്ലേ? ഇത്രയേ ഉള്ളൂ. പുതിയ ഏകദേശം ഈ മെഷീൻ വന്നിട്ട് ഇപ്പോൾ എത്ര കൊല്ലടാ? മെഷീൻ വന്നിട്ട് ഇപ്പോൾ ഒരു 4-5 കൊല്ലം അല്ലേ? പക്ഷെ നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് ഈ മെഷീനിൽ, അല്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ പേര്? അജിനാസ്. നീ വർഷം പഠിക്കാന്നാ? എന്താ? സജുവാൻ. ഓക്കെ. ഇവിടെ വള്ളിത്തോടനല്ലേ? അപ്പോൾ കിറ്റൊക്കെ വന്ന രഞ്ജി അല്ലേ? കിറ്റ് കൊടുക്കാൻ കിറ്റ് കൊടുക്കുന്നു. ഇതാര്? എന്നുള്ള വിശേഷം? സുഖല്ലേ? ഇതാണ് നമ്മളെ പണ്ടത്തെ വള്ളിത്തോടിൻ്റെ സ്റ്റാറാണ്. ബ്രൂസിലി മുസ്തഫ എന്നാണ് പേര്. ഇപ്പോൾ ഉടഞ്ഞ് അല്ലേ? ഇപ്പോൾ ഉടഞ്ഞ്. പണ്ടെന്ന് പറഞ്ഞാൽ വള്ളിത്തോടിനെ കിടുകിടാ പറപ്പിച്ചിരുന്ന ഒരു ആളായിരുന്നു ബ്രൂസിലി മുസ്തഫ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? പേര് കേട്ടാൽ ഭയങ്കര പേടിയില്ല. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേകിച്ച് കാര്യം പറയാനുള്ളത്, ഏറ്റവും അതായത് പരമാവധി ചെറിയ പിള്ളേരെ നിങ്ങൾ അത് എത്ര അടുത്താണെങ്കിലും ചെറിയ പിള്ളേരെ നിങ്ങൾ റേഷൻ കടയിൽ പറഞ്ഞേക്കാതിരിക്കുക. കാരണം ചെറിയ പിള്ളേരുടെ രേഖയൊക്കെ ചിലപ്പം ചെറിയ രേഖ വളർന്നു വരുന്ന പിള്ളേരാകുമ്പോൾ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരും. അപ്പോൾ അത് കുറേ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പം തന്നെ ഈ ഒരു ഞാനിവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഒരു കുട്ടി വന്നിട്ട് 3, 4, 5 പ്രാവശ്യമൊക്കെ 11 പ്രാവശ്യമായിട്ട് വിരൽ വെച്ച അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അവരെ വിരലെന്ന് ഞാൻ വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കുക. കാരണം ഇവിടെ ഉള്ളവർക്ക് ഒരുപാട് ഇന്ന് കുറച്ച് തിരക്ക് ഒഴിവാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ എടുത്തത്. ഇവിടെ ഒരുപാട് ക്യൂ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾക്ക് പുറകിൽ നിൽക്കുന്നവർക്കും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ അതൊക്കെ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. പിന്നെ അകലം പാലിച്ച് നിൽക്കുക, സേഫായിട്ട് നിൽക്കുക. റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മാസവും കിറ്റ് വരുമ്പോഴും കിറ്റും കിട്ടും. എല്ലാം നിങ്ങൾക്ക് ആരും കിട്ടാതിരിക്കുന്നില്ല, എല്ലാം കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും പരമാവധി സൂക്ഷിക്കുക, ഒഴിവുള്ള സമയം നോക്കി വരിക, ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുക. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നതിൽ അത് പറയാനും അത് നിങ്ങളെ പരിചയപ്പെടുത്താനുമാണ് ഞാനിവിടെ വന്നത്. നമ്മുടെ സുഹൃത്ത് തന്നെയാണ് രഞ്ജി. ഇവിടെ ചെറുപ്പം മുതൽ നമ്മൾ അറിയുന്നതാണ്. രഞ്ജിൻ്റെ വീട് ഇവിടെ വള്ളിത്തോടുള്ള എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ്, അല്ലേ? വള്ളിത്തോടുള്ള പുറത്തുള്ളവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. അപ്പോൾ ഈ കുറച്ച് അറിയാത്ത കാര്യങ്ങൾ നിങ്ങളേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രഞ്ജിയും കൂടി, അല്ലേ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതേപോലെ അറിയാത്ത കാര്യങ്ങളുമായിട്ട് നമുക്ക് വീറും, അല്ലേ? വെറൈറ്റി, അല്ലേ? വേറെ വെറൈറ്റി നല്ല കാഴ്ചകളുമായിട്ട് അതുപോലെ ഫുഡിൻ്റെ കുറേ വീഡിയോ ഇട്ട് നിങ്ങൾക്ക് കുറച്ച് ഫുഡ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഫുഡിൻ്റെ കാഴ്ചകൾ കാണാത്ത കുറേ താല്പര്യമില്ലാത്ത കുറേ ആളുകളുണ്ടാവും. ഇതേപോലെ ഇനി അറിവുകളും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് യാത്ര നടക്കുന്നില്ല.
അപ്പോൾ ആ യാത്ര നടക്കാത്തതുകൊണ്ട് യാത്രാ വീഡിയോ വരാത്തത്. ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ യാത്രാ വീഡിയോ തീർച്ചയായിട്ടും വരും. ഇതേപോലുള്ള വല്ല അറിവുകളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളേക്ക് എത്തിച്ചേരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.